നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വെയർ, സിറ്റി ഷൂസ് അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അങ്കമാലിയിൽ ശിശുഭവനിൽ RS വൈറസ് ബാധ. 5 കുട്ടികൾ ആശുപത്രിയിൽ. 4 മാസം പ്രായമുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള എറണാകുളം അങ്കമാലി കറുകുറ്റിയിലെ ശിശുഭവനിൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന RS വൈറസുകൾ പടരുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 5 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിന്റെ നില ഗുരുതരമാണ്. 4 മാസം പ്രായമുള്ള കുഞ്ഞാണ് ഗുരുതരാവസ്ഥയിലുള്ളത്. 2 ആഴ്ചയിലധികമായി കുട്ടികൾ ആശുപത്രിയിലാണ്. രോഗബാധ പടരാനിടയായ കാരണം അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. ഇതുവരെ വിഷയത്തെക്കുറിച്ച് ശിശുവകുപ്പ് ഔദ്യോഗിക അറിയിപ്പുകൾ നൽകിയിട്ടില്ല. വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ സംസ്ഥാനത്തുടനീളമുള്ള ശിശുഭവനുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. ദൈവങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തൂ. തിരുപ്പതി ലഡു വിവാദത്തിൽ സുപ്രീം കോടതി. മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തരുതെന്ന് സുപ്രീം കോടതി. തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർത്തിട്ടുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് സുപ്രീം കോടതിയിലെത്തിയ പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതിയുടെ വിമർശനം. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു ഹർജി. ചന്ദ്രബാബു നായിഡുവിനെയും സുപ്രീം കോടതി വിമർശിച്ചു. ലഡുവിൽ മായം ചേർന്നത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പരിശോധിച്ച നെയ്യുടെ സാമ്പിൾ ലഡു ഉണ്ടാക്കുവാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ ചന്ദ്രബാബു നായിഡു ആരോപണം ഉന്നയിച്ചതെന്ന് കോടതി ചോദിച്ചു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ് അങ്കമാലി. ഫോൺ 0484245555. സിദ്ദിഖിന് ആശ്വാസം. 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞ് സുപ്രീം കോടതി. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ഇടക്കാല ആശ്വാസം. 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞ സുപ്രീം കോടതി 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. ട്രയൽ കോടതി നടപടികളും അന്വേഷണവും പുരോഗമിക്കട്ടെ എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ് നൽകി. കാലതാമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദീകരണം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. 8 വർഷത്തോളം എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് സുപ്രീം കോടതി സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകയോട് ചോദിച്ചു. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം. ഗാന്ധിക്ക് പകരം അനുപം ഖേർ. ഗുജറാത്തിൽ 1.60 കോടി രൂപയുടെ കള്ളനോട്ട് പിടികൂടി. ഗുജറാത്തിൽ 1.60 കോടി രൂപയുടെ വ്യാജ നോട്ടുകൾ പിടിച്ചെടുത്തു. റിസർവ് ബാങ്ക് ഇന്ത്യയ്ക്ക് പകരം റിസോൾവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് നോട്ടിൽ രേഖപ്പെടുത്തിയിരുന്നത്. മഹാത്മാഗാന്ധിക്ക് പകരം നടൻ അനുപം ഖേറിന്റെ ചിത്രം പതിച്ച നോട്ടുകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിനിടെ ചാവേർ ആക്രമണത്തിന് സാധ്യത. മുന്നറിയിപ്പുമായി ഇന്റലിജൻസ്. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ ചാവേർ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദാണ് ആക്രമണത്തിന് പദ്ധതിയിടുന്നത്. തെരഞ്ഞെടുപ്പിനിടെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയും സുരക്ഷാ സേനയെയും ഭീകരർ ലക്ഷ്യമിടുന്നതായാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തൃശൂരിൽ പാടത്ത് മനുഷ്യന്റെ അസ്ഥികൂടം.
മാസങ്ങളുടെ പഴക്കമെന്ന സൂചന. ചേർപ്പ് എട്ടുമനപ്പാടത്ത് മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. തരിച്ചു കിടന്ന പാടം കൃഷിക്ക് മുന്നോടിയായി ഇന്ന് രാവിലെ ട്രാക്ടർ ഉപയോഗിച്ച് വൃത്തിയാക്കാനെത്തിയവരാണ് പല ഭാഗത്തായി ചിതറിക്കിടക്കുന്ന അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പരിശോധന ആരംഭിച്ചു. വെള്ളം കയറിക്കിടന്നിരുന്ന പാടം ഏതാനും ആഴ്ച മുൻപാണ് കൃഷിക്കായി വറ്റിച്ചത്. അസ്ഥികൂടത്തിന് മാസങ്ങളുടെ പഴക്കമുണ്ടെന്ന് സംശയിക്കുന്നു. സ്വിഫ്റ്റിലെ ഡ്രൈവർമാരോടും കണ്ടക്ടർമാരോടുമാണ് ജനങ്ങളോട് ചട്ടമ്പിത്തരമൊന്നും വേണ്ട, മന്ത്രിയുടെ താക്കീത്. KSRTC സ്വിഫ്റ്റ് ബസ്സുകളിലെ ജീവനക്കാരെക്കുറിച്ചുള്ള പരാതികൾ കൂടുന്നുവെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ലഭിക്കുന്ന പരാതികളിൽ ബഹുഭൂരിപക്ഷവും സ്വിഫ്റ്റിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ എന്നിവർക്കെതിരെയാണെന്ന് മന്ത്രി പറഞ്ഞു. അശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗ്, കണ്ടക്ടറുടെ മോശം പെരുമാറ്റം എന്നിങ്ങനെയാണ് കൂടുതൽ പരാതികളും. ഓരോ ദിവസത്തെയും കണക്കെടുത്താൽ 3000-ലേറെ ബസ്സുകളിലെ KSRTC ഡ്രൈവർമാരേക്കാൾ അപകടമുണ്ടാക്കുന്നത് വളരെ തുച്ഛമായ ബസ്സുകളുള്ള സ്വിഫ്റ്റിലെ ഡ്രൈവർമാരാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. മന്ത്രിസ്ഥാനം മാറുന്ന ധാരണ ഉണ്ടായിരുന്നുവെന്ന് ദേശീയ നേതൃത്വം ഇപ്പോഴാണ് പറഞ്ഞത്. AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം മാറ്റുന്നതിൽ അതൃപ്തി പ്രകടമാക്കി മന്ത്രി AK ശശീന്ദ്രൻ. തീരുമാനം വരുന്നതിന് മുൻപേ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നവർ അത് ഉചിതമാണോ എന്ന് ആലോചിക്കണമെന്ന് ശശീന്ദ്രൻ പറഞ്ഞു. മന്ത്രിസ്ഥാനം മാറുന്ന ധാരണ ഉണ്ടായിരുന്നുവെന്ന് ദേശീയ നേതൃത്വം ഇപ്പോഴാണ് പറഞ്ഞത്. സംഘടനാപരമായി തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർ അതിന് തയ്യാറാകണം. മന്ത്രിസ്ഥാനം ഒഴിയുന്നതിൽ നേതൃത്വത്തിന് എപ്പോൾ വേണമെങ്കിലും തീരുമാനം എടുക്കാമെന്ന് വ്യക്തമാക്കിയ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുന്നതിൽ തനിക്ക് വൈമനസ്യം ഇല്ലെന്നും കൂട്ടിച്ചേർത്തു. അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന ആളല്ല താനെന്നും ശശീന്ദ്രൻ പറഞ്ഞു. MM ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കണം, ഹൈക്കോടതി നിർദ്ദേശം. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടു നൽകാതെ മോർച്ചറിയിൽ സൂക്ഷിക്കുവാൻ ഹൈക്കോടതി നിർദ്ദേശം. മൃതദേഹം പഠനത്തിനായി ഏറ്റെടുക്കുവാൻ എറണാകുളം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തീരുമാനമെടുത്ത ഹിയറിംഗിൽ വീഴ്ചയുണ്ടായെന്ന ആരോപണം പരിശോധിക്കുവാൻ കോടതി നിർദ്ദേശം നൽകി. വീണ്ടും ഹിയറിംഗ് നടത്തുവാൻ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ മേധാവിയെ ചുമതലപ്പെടുത്തുവാൻ കഴിയുമോ എന്ന് സർക്കാർ അറിയിക്കണം. ജസ്റ്റിസ് VG അരുൺ വ്യാഴാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. ശക്തമായ മഴ, കോസി നദിയിലെ ജലനിരപ്പ് ഉയർന്നു. ബീഹാറിൽ ജാഗ്രതാ നിർദ്ദേശം. ബീഹാറിലെ കനത്ത മഴയെ തുടർന്നാണ് കോസി, ബാഗ്മതി നദികൾ കരകവിഞ്ഞൊഴുകുന്നത്. നദിയിലെ ജലനിരപ്പ് അപകടമാവുന്ന രീതിയിൽ ഉയർന്നതോടെ ബീഹാറിലെ വടക്ക് കിഴക്കൻ ജില്ലകൾ വെള്ളത്തിലായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 6 അണക്കെട്ടുകൾ തകർന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. സംസ്ഥാന ജലവിഭവ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് സർക്കാർ അറിയിച്ചു. ബീഹാറിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പല പ്രദേശങ്ങളിലും കൃഷിനാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 16 ലക്ഷത്തോളം ആളുകളെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുള്ളത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി NDRFന്റെ 3 സംഘങ്ങൾ കൂടി ബീഹാറിൽ എത്തിയിട്ടുണ്ട്. നേപ്പാളിൽ പ്രളയക്കെടുതി, 193 മരണം, 31ഓളം പേരെ കാണാതായി, 4000ഓളം പേരെ രക്ഷിച്ചതായി സൈന്യം.
നേപ്പാളിലെ പ്രളയത്തിൽ ഇതുവരെ 193 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട്. പ്രളയത്തിൽ 31 പേരെ കാണാതായെന്നും നിരവധി പേർക്ക് പരിക്കേറ്റെന്നും അധികൃതർ വ്യക്തമാക്കി. 2 പതിറ്റാണ്ടിനിടയിൽ പെയ്ത കനത്ത മഴയിൽ കാഠ്മണ്ഡുവിലെ മുഴുവൻ പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. മണ്ണിടിച്ചിലിനെ തുടർന്ന് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കാഠ്മണ്ഡു പൂർണ്ണമായും ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ് ഉള്ളത്. ഹൈവേകളിൽ കുടുങ്ങിയവരുൾപ്പെടെയുള്ളവരുടെ കണ്ടെത്തലും രക്ഷിക്കലുമാണ് ആദ്യത്തെ മുൻഗണനയെന്ന് ആഭ്യന്തര മന്ത്രാലയ വക്താവ് ഋഷിറാം തിവാരി പറഞ്ഞു. ഹെലികോപ്റ്ററുകളും ബോട്ടുകളും ചങ്ങാടങ്ങളും ഉപയോഗിച്ച് 4000-ഓളം ആളുകളെ രക്ഷിച്ചതായി നേപ്പാൾ സൈന്യം അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 11 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. Our sister concern, City Wear and City Shoes, Angamali. Number 048424555455.